ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ റെഡ്മിയുടെ ഒരു ബഡ്ജറ്റ് ലെവലായുള്ള ഫോൺ, റെഡ്മിയുടെ A4 5G, എയർ4 ഷീറ്റല്ല, A4 5G എന്ന പുതിയൊരു ഫോൺ, അതായത് A3യുടെ ഒരു സക്സസർ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4GB 128GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസ് 8500 രൂപയായിട്ടാണ് വരുന്നത്. അത് ഓഫർ പ്രൈസ് ആയിട്ടാണ് പറയുന്നത്, പക്ഷേ എന്നാലും നോർമൽ പ്രൈസ് ഒരു 9000 രൂപ ആ റേഞ്ച് എന്തായാലും വരുള്ളൂ. കറക്റ്റായിട്ടുള്ള പ്രൈസ് ഇതുവരെ ഒരു ഓഫർ പ്രൈസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഹയർ വേരിയൻറ്റ് വരുന്നുണ്ട്, 4GB 128GB വരുന്നുണ്ട്. അതിൻ്റെ ഓഫർ പ്രൈസ് ആണെങ്കിൽ 9500 രൂപയായിട്ടാണ് വരുന്നത്. സോ 1000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. 6GB റാം വേരിയൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ 64 എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിലാണെങ്കിൽ നമുക്ക് 1TB വരെ നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഇടാൻ പറ്റുന്ന സംഭവമൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ബേസ് മോഡൽ എടുത്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകും. കാരണം മറ്റേ എടുത്തു കഴിഞ്ഞാൽ വലിയ 1000 രൂപ അധികം കൊടുത്തിട്ട് ഈ 128 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മറ്റേ എടുത്താൽ മതി, വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ, ഈ കാണുന്ന ഡിസൈൻ എങ്ങനെയുണ്ട്? കാണാനൊക്കെ നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ ഉള്ള ഫോണാണ്. യാതൊരു തരത്തിലുള്ള മോശമൊന്നും ഡിസൈനെ പറ്റി പറയാനില്ല. ഒരു പേർപ്പിൾ കളറും ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല ബാക്ക് ഗ്ലാസ് ആട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു പ്രീമിയം ഇൻഹാൻഡ് ഫീലൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസൈൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. IP52ൻ്റെ IP റേറ്റിംഗ് ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ 212 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.2 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഡിസൈൻ ബേസ് ആണെങ്കിൽ ഉഗ്രനായിട്ട് ഡിസൈൻ തന്നെയാണ്. അതിൽ പേർപ്പിൾ കളർ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് കാണാൻ തന്നെ. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കൊക്കെ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ഡിസൈൻ ബേസ് ഉഗ്രനാണ്. പിന്നെ ഡിസ്പ്ലേ 6.88 ഇഞ്ച് വരുന്ന ഒരു HD+ IPS LCD പാനലാണ് വരുന്നത്. അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയ ഡിസ്പ്ലേ, അതും 120Hz റിഫ്രഷ് റേറ്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സ്പെക്കാണ്. നോർമലി 90Hz ആണ് ഈ ഒരു പ്രൈസിൻ്റെ ഒട്ടുമിക്ക ഫോണിൽ വരുന്നത്. പക്ഷേ ഇവിടെ 120Hz തന്നെ കൊടുത്തിട്ടുണ്ട്. അതും വലിയ ഡിസ്പ്ലേ ആണ്. 6.88 ഇഞ്ച് എന്നൊക്കെ പറയുന്നത് വലുതായി. ഇപ്പം ഇറങ്ങിയ iPhone 16 Pro Maxൻ്റെ ഡിസ്പ്ലേ സൈസ് അറിയാമല്ലോ, 6.9 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തി. ഓൾമോസ്റ്റ് ഇതിൻ്റെ ബെസലും കാര്യങ്ങളൊക്കെ തന്നെ വലുതായതുകൊണ്ട് തന്നെ എന്തായാലും നല്ല വലിയ ബൾക്കായിട്ടുള്ള വലിയൊരു ഫോണായിരിക്കും. തിക്നെസ് അത്രയില്ല, എന്നാൽ പോലും നല്ല വലിയ ഫോണായിരിക്കും. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ തന്നെ വലിയ ഫോണായിരിക്കും. അതുപോലെ സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടല്ല സെൽഫി ക്യാമറ വരുന്നത്, നോച്ചിനകത്താണ് ക്യാമറ വരുന്നത്. സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. കാരണം ബാക്കി മോട്ടോറോള വെച്ച് ബാക്കി എല്ലാ ബ്രാൻഡും നോച്ച് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. എന്നാലും പഞ്ച് ഹോൾ ലേറ്റസ്റ്റ് ആണല്ലോ, പക്ഷേ നോച്ച് ഇപ്പോഴും ഒരു പഴഞ്ചൻ ഡിസൈനാണ്. അത് മാത്രമേ ഡിസ്പ്ലേയുടെ ഭാഗത്തൊരു പോരായ്മ പറയാനുള്ളൂ. ബാക്കിയൊക്കെ തന്നെ നൈസാണ്. പിന്നീട് ക്യാമറ 15 MBയുടെ പ്രൈമറി ക്യാമറയാണ്. പിന്നീട് സെൽഫി ആണെങ്കിൽ 5 MP സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രൈസിനെല്ലാം അതൊക്കെ കിട്ടും, അല്ലാതെ വലിയ 32 MB സെൽഫി ക്യാമറ ഒന്നും വരില്ല. 5 MB എന്നൊക്കെ പറയുന്നതിന് അത്ര കിട്ടും. ആ ഒരു നോർമൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ നോട്ട്സൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ആ ഒരു പേർപ്പസിന് മാത്രമേ ഇതിൻ്റെ ക്യാമറ ഒക്കെ കൊള്ളുകയുള്ളൂ. അല്ലാതെ ഫോട്ടോഗ്രാഫി ഒന്നും വെച്ചിട്ട് പ്രൈസ് റേഞ്ചിൽ ആരും എക്സ്പെക്ട് ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു ക്യാമറ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓക്കെ. 15 MB ഒക്കെ തന്നെ പ്രൈമറി കൊടുത്തിട്ടുണ്ട്. മെഗാപിക്സലൊന്നും കാര്യമില്ല, എന്നാൽ പോലും അത്യാവശ്യം റെഡ്മി ഫോണാണ്. എന്നാലും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു ക്യാമറയ്ക്ക് ഇതിന് വരും, അത്രയേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ക്യാമറയൊക്കെ തന്നെ നൈസാണ്. ദെൻ പെർഫോമൻസ് ഇതിൽ വരുന്നത് Qualcomm Snapdragonൻ്റെ 4S Gen 2 എന്നൊരു 4 nm ചിപ്സെറ്റാണ്. ഇതിപ്പോൾ പുതിയ ചിപ്സെറ്റാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല പെർഫോമൻസ് ചിപ്സെറ്റാണ്. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ മീഡിയാടെക്കിൻ്റെ Dimensity 6200 ആണ് ഒട്ടുമിക്ക ഫോൺസിന് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ചിപ്സെറ്റാണ്. ബട്ട് അതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല ചിപ്സെറ്റ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ്. സോ എന്തായാലും ഈ ഒരു പ്രൈസിന് ആരും ഫോൺ എടുത്തൊരു ഗെയിം കളിക്കാനൊന്നും തന്നെയല്ല. ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും എന്നല്ലാതെ ഒരു പെർഫോമൻസ് ഒന്നും ആരും നോക്കാറില്ല. സോ ഈ ഒരു ഫോണിന് പറ്റിയൊരു പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് എന്തിന് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഏതോ ഊളംപാറയിലുള്ള യൂണിസോക്കൊന്നും കൊടുത്തിട്ടില്ല, സ്നാപ്ഡ്രാഗൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ചില ബ്രാൻഡൊക്കെ ഉണ്ട് യൂണിസോക്കിൻ്റെ T സീരീസ് ചിപ്സെറ്റൊക്കെ വരുന്നത്, അതൊക്കെ ഭയങ്കര ബോറാണ്. അപ്പം ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നീട് റാം ടൈപ്പ് ആണെങ്കിൽ LPDDR4Xൻ്റെ റാം ടൈപ്പ് വരുന്നുണ്ട്. UFS 2.2ൻ്റെ സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ തന്നെ ബെറ്ററാണ്. HyperOS ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. 2 വർഷത്തേക്കുള്ള മേജറായിട്ടുള്ള Android അപ്ഡേറ്റും 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുഴപ്പമൊന്നും അതിനെപ്പറ്റി പറയാനില്ല. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 5180 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ചാർജർ ആണെങ്കിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷേ ബോക്സിനകത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഷവോമിക്കുള്ള പരിപാടിയാണ്. കാരണം ഈ ബഡ്ജറ്റ് റേഞ്ച് ഫോണിലെല്ലാം തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജ് ഞങ്ങൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും. കാരണം എനിക്ക് തോന്നുന്നു ബാക്കിയൊന്നും അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. ഇത് ഓൾറെഡി 33 വാട്ട് ഒരുപാട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം പോകുന്നുണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും ഇപ്പം ഈ പണ്ടൊരു സമയത്തും 22.5 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒട്ടുമിക്ക ബഡ്ജറ്റ് റേഞ്ച് ഫോണിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അത് മാറി 33 വാട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം കുറേ ഉണ്ടാവും. അപ്പം അങ്ങനെ ചറബറ ചാർജറൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പം അതിലായിരിക്കും ഇതിനും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് കിട്ടുന്നതായിരിക്കും. എന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല പറയാൻ. ഈ ഒരു 8500 എന്ന ഒരു പ്രൈസ് പോയിന്റിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി എല്ലാം വരുന്നുണ്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച്. യാതൊരു വിധത്തിൽ അങ്ങനെ ഒരു വലിയൊരു പോരായ്മ അല്ലെങ്കിൽ കുറ്റം അങ്ങനെയൊന്നും പറയാനില്ല. നല്ല ഫോണാണ്. 8500 രൂപക്കൊക്കെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേർത്ത് ആയിട്ടുള്ളൊരു മോഡലാണ് റെഡ്മിയുടെ A4 5G എന്ന മോഡൽ. സോ 5G കൂടിയാണ്. സോ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഒരു ഫോണിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. സോ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.